Hi friends, it's me Albin and welcome to Albin Sir. ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ആശകളായിരം എന്ന ഒരു മൂവിയുടെ ട്രെയിലറാണ്. അപ്പം നമ്മുടെ കാളിദാസ് ജയറാമും എല്ലാം കൂടി അഭിനയിക്കുന്ന ഒരു വണ്ടർഫുൾ ഫിലിം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല, കണ്ടു നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പം ഇതിന്റെ കാസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജയറാം കാളിദാസ് ഉണ്ട്, ആശാ ശരത്തുണ്ട്, ജയറാം ഉണ്ട്, ഷർഫുദ്ദീൻ ഉണ്ട്. ഷർഫുദ്ദീനൊക്കെ ഇപ്പം വേറെ ലെവലാണ്. ആക്ച്വലി ഈ ഷർഫുദ്ദീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയെ ഞാൻ നേരിട്ട് കണ്ട സമയത്താണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു ഫണ്ണി, എന്താ പറയുക, അത്യാവശ്യം അത്രയും ജാട ഒന്നും തോന്നിക്കാത്ത ഒരു ഭയങ്കര കൂൾ, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം പുള്ളിന്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ അതുപോലെ ജയറാമാട്ടനും വന്നായിരുന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളി അർജുൻ എന്ന് പറഞ്ഞ പുള്ളി പോയി കാണുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമുക്ക് ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയാം. ഒരു ഫാമിലി മൂവി ആണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കി നോക്കാം. ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജാനുവരി 30 ആണ് ഇവിടെ കാണിക്കുന്നത്. എനിക്ക് കണ്ടില്ല, നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വിശേഷത്തിലോട്ട് വരാം. അപ്പം കണ്ടു നോക്കാം. അപ്പൊ സ്റ്റാർട്ട്. ഗോകുലം മൂവീസ്. നാട് മുഴുവൻ നിരങ്ങി ഇങ്ങനെ സിനിമയും കണ്ട് 4 നേരം ഫുഡും കഴിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. സാർ, ബേസിക്കലി ഞാൻ ഒരു ആക്ടറാണ് സാർ. ഈ വിക്രം ചെയ്തതിനേക്കാളും നന്നായി എന്നാണ് എല്ലാരും പറയുന്നത്. നീ ആക്ടിംഗ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ക്ലാസ് എടുക്കാന്ന് സമയമില്ല. അയ്യോ, എടുക്കാനല്ല, അറ്റൻഡ് ചെയ്യാൻ. സിനിമയിലെ ഒരു ഗോഡ് ഫാദർ മസ്റ്റാ. സുമിത് സാർ, ഞാൻ നിന്റെ ഗോഡ് ഫാദർ ആവാം. ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, ഞാൻ എന്റെ ജോലി വിട്ടു. അപ്പൊ കുടുംബത്തിനൊരു വരുമാനം വേണ്ടേ? വേണം. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, പക്ഷെ സിനിമയ്ക്ക് എന്നെ ആവശ്യ. വെൽക്കം ടു മലയാളം സിനിമ. നമുക്ക് പട്ടി ഷോ ഇറക്കേണ്ട സമയമായി. അത് നിന്റെ രീതിക്ക് ആയിക്കോട്ടെ, പക്ഷെ ഷോ ഇറക്കണം. ഒരു മത്സരമാകുമ്പോ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇവിടെ ഇത്രയും പ്രശ്നമാണെങ്കിൽ ദുൽഖർ സൽമാൻ പ്രണവിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം, അത് നമ്മൾ അർഹിക്കുന്നുണ്ടോന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് വിട്ടേക്കണം. പിന്നെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ധൈര്യമായിട്ട് ഓടി അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാം. അച്ഛൻ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എനിക്കതില്ല. ജീവിതത്തിൽ തോറ്റു മാത്രം ശീലമുള്ള ഒരാൾക്ക് ജയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് തന്നെ, ഞാനൊരു ഫാമിലി മാനായി പോയില്ലേ. അയ്യോ, അടിപൊളി ട്രെയിലറായിരുന്നു. എത്ര മിനിറ്റ് ഉണ്ടായിരുന്നത് നോക്കട്ടെ. 2 മിനിറ്റും 7 സെക്കൻഡ് ആയിരുന്നു ട്രെയിലർ. പക്ഷെ അടിപൊളി ട്രെയിലർ ആട്ടോ. എന്തായാലും പടം വരുമ്പോ അറിയാം എങ്ങനെ ഉണ്ടാവുന്നു. നമ്മുടെ യൂട്യൂബറായിട്ടുള്ള അഖിലൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അടിപൊളി. ഞാൻ അത് ഞാൻ വിചാരിച്ചില്ല. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഒരു ഫാമിലി മാൻ, ഒരു ഫാമിലിയിൽ ഒരുത്തിന് സിനിമ നടനാവണം എന്നൊക്കെ ഒരു ആഗ്രഹവും കാര്യങ്ങളും ഉണ്ടാകുന്നു. അതിനുള്ള ആ ഒരു ഇമോഷനും പിന്നെ അതിനകത്തെ ഫണ്ണിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് വരാൻ പോകുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് കുറെ പേര് പുതിയ കാസ്റ്റ് കാര്യങ്ങള് അടിപൊളി കേട്ടോ. VFXും എല്ലാം സെറ്റാണ്. എന്തായാലും ജയറാമും കൂടിയൊക്കെ വരുമ്പോഴത്തേനും വേറെ ലെവലായിരിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും എല്ലാരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. നമുക്ക് എന്തായാലും പടം വരുമ്പോ അറിയാം എങ്ങനെ ഉണ്ടാകുന്നുള്ളത്. എന്തായാലും ഞാൻ വിചാരിച്ചല്ലോ, ചിരിക്കാനൊക്കെ ഉണ്ട്. പട്ടിഷോ ഇറക്കണം എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, ഒരു വെറൈറ്റി അല്ല, എന്താ പറയാ, നമുക്ക്
ചിരിക്കാൻ കുറച്ച് എലമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. പടം സക്സസ് ആവട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഒരുപാട് ഇരുന്ന് വെറുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.